എന്നാലോ ഇപ്പോൾ നീ എന്നെ അറിയുന്നില്ല. മകനെ, നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ നീ ഒന്ന് ഓർത്തു നോക്കുക. ആ ഉപകാരങ്ങൾ നിനക്ക് ചെയ്യുമ്പോൾ ഞാൻ നിന്റെ അടുക്കലുണ്ടായിരുന്നു. നീ എന്നെ കാണാതിരിക്കുവാൻ തക്കവണ്ണം നിന്റെ കണ്ണുകൾ കുരുടായിരുന്നു. ഇന്ന് ഈ രാത്രികാലം നിന്റെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. ഈ രാത്രിയിൽ നിന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. ഇപ്പോൾ നീ കണ്ണു തുറന്ന് നോക്ക്, യേശു നിന്റെ മുൻപിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ഇപ്പോൾ വായിച്ചു കേട്ടതായ വേദഭാഗം യേശു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യനെ കാണുന്നതായിട്ടും അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ച ഒരു ചോദ്യവുമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇപ്പോൾ നിങ്ങളോട് ഈ സമയം ദൈവവചനം സംസാരിക്കുവാൻ കർത്താവ് നൽകിയതായ അനുഗ്രഹീതമായ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് എത്രയോ മഹാനാണ്. ആ ദൈവം തന്നെ നമ്മെ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുക. ഈ ഒരു തരുണത്തിൽ യേശുവിൻ്റെ വചനത്തെ ധ്യാനിക്കുവാനും തൻ്റെ വചനങ്ങൾ ഗ്രഹിക്കുവാനും തൻ്റെ വചനങ്ങൾ പ്രഘോഷിപ്പിക്കുവാനും ദൈവം നമുക്ക് നൽകുന്നതായ സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ഒരിക്കൽ കൂടി നാം ഓർത്തുകൊണ്ട് ഈ നാളുകളിൽ ജീവിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വായിച്ചതായ വേദഭാഗം യേശു തന്റെ ശിഷ്യന്മാരുമായി കടന്നു പോകുന്നതായ ഒരു ഭാഗമാണ്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കാണുകയാണ്. അപ്പോൾ നാമൊക്കെയും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്നതായ സാഹചര്യങ്ങളിൽ ഇതുപോലെ വിവിധ രീതിയിലുള്ള വിവിധ പശ്ചാത്തലത്തിലുള്ള മനുഷ്യരെ കാണുന്നുണ്ട്. എന്നാൽ ഇവരെ കാണുമ്പോൾ നമുക്കാർക്കും തോന്നാത്തതായ ഒരു പ്രത്യേക അനുകമ്പ ഇപ്പോൾ ഈ കുരുടനായ മനുഷ്യനോട് യേശുവിന് തോന്നുകയാണ്. അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു എന്ന്. ഇന്ന് ഒരു മനുഷ്യൻ രോഗിയായി തീരുകയോ ഒരു മനുഷ്യൻ അവൻ ശാരീരികമായി വൈകല്യമുള്ളവനായി ജനിക്കുകയോ ചെയ്താൽ ഏതൊരു മനുഷ്യനും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണ്, അവൻ കുരുടനാകുവാനും അവൻ ഈ അംഗവൈകല്യം ഉണ്ടാകുവാനും കാരണം ആരാണോ? അത് അവന്റെ അമ്മയപ്പന്മാരാണോ എന്ന് ചോദിച്ചതിന് യേശുവിന്റെ ഉത്തരം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന് യേശു പറയുന്നത് ഇപ്രകാരമാണ്, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിന് അത്രയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രിയിലും നിങ്ങളോട് ഇപ്രകാരം ദൈവത്തിന്റെ പ്രവൃത്തി അത് നടക്കുവാനാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന. നിങ്ങളിൽ ആർക്കെങ്കിലും രോഗാവസ്ഥയിലായിട്ടുണ്ടോ എങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും കാരണമായി തീരും. അതിനായി ഈ രാത്രിയിലെ നിങ്ങളുടെ വിശേഷിക്കപ്പെട്ടതായ സമയത്തെയും ശ്രദ്ധയും ഞാൻ വേദപുസ്തകത്തിലേക്ക് തിരികെയാണ്. നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ യേശു കടന്നു പോകുമ്പോൾ പിറവിയിൽ കുരുടനായിരുന്ന മനുഷ്യനെ കാണുകയാണ്. അപ്പോൾ ഇവൻ യേശുവിന്റെ അടുക്കലേക്ക് വന്ന് എന്തെങ്കിലും യാചിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പിന്നീട് യേശുവിനോട് സൗഖ്യം വേണമെന്നോ ഇങ്ങനെയൊന്നും പറയുന്നതായിട്ട് ആ വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ യേശു ഇവനെ കാണുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നതായ ചോദ്യത്തിന് യേശു കൃത്യമായ ഒരു ഉത്തരം നൽകുന്നുണ്ട്. അതിനുശേഷം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു എന്നും ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രി വരുന്നു എന്നും യേശു സൂചിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യേശു ഉടനെ ഇവനെ കണ്ട ഉടനെ തന്റെ ശിഷ്യന്മാര് ഇവന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ യേശു നിലത്ത് തുപ്പിയിട്ട് താൻ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിന്മേൽ പുരട്ടി. ഈ വേദഭാഗത്തിൽ ചേറ് ഉണ്ടാക്കുവാൻ യേശു നിലത്ത് തുപ്പുന്നതായി കാണുകയാണ്. വീണ്ടും യേശു താൻ ചേറ് കുഴച്ചെടുത്തിട്ട് അവന്റെ കണ്ണിന്മേൽ പൂശുന്നതായിട്ട് കാണാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നീട് യേശുവിന്റെ വാക്കിതാണ്, നീ ചെന്ന് ശീലോഹം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിന്റെ അടുത്ത ഭാഗത്ത് 7-ാം വാക്യത്തിന്റെ അടുത്ത ഭാഗത്ത് കാണുന്നു ശീലോഹം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം.
ഇതിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ഇന്ന് ഈ രാത്രികാലം നീ ചെന്ന് ശീലോഹാമിൽ കഴുകുക എന്ന ഭാഗത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഇങ്ങനൊരു വാക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങളോടാണ് യേശു പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എന്നാൽ ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അന്ന് ശീലോഹാം കുളം എന്ന് പറയുമ്പോൾ ഏകദേശം 19 മൈലോളം ദൂരം വരുന്ന സ്ഥലമാണ്. ഇവന്റെ വിശ്വാസത്തിന്റെ മാറ്റുരച്ച് നോക്കുന്ന ഒരു ചോദ്യമാണ് യേശു ഇവനോട് പറയുന്നത്. നീ ശീലോഹാമിൽ പോയി ചെന്ന് കഴുകാൻ പറയുക. ദൈവത്തിന് സ്തോത്രം. ഈ ശീലോഹാം എന്ന് പറയുന്നത് കുളത്തില് ചെന്ന് ഇവൻ കഴുകണമെങ്കിൽ ഏകദേശം 20 പടിയോളം കല്ലിൽ വെട്ടിയെടുത്തതായ ഈ ശീലോഹാം കുളത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അന്ന് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തേണം. അന്ന് ശബത്ത് കൂടിയാണ്. ഒരു മനുഷ്യനെ പോലും സഹായിക്കാത്ത പരീശന്മാരും ന്യായശാസ്ത്രിമാരും യഹൂദന്മാരും ഉള്ളതായ ആ ശബത്ത് നാളിൽ ഇവനെ കരങ്ങൾ പിടിച്ച് ഇവനെ ആ ശീലോഹാമിൽ കൊണ്ടുപോകുവാൻ പോലും ഒരു മനുഷ്യനില്ല. എന്നാലോ യേശു ഇവനോട് പറഞ്ഞു. ഇവൻ അത് കേട്ടു. യേശു ഇവനോട് പറഞ്ഞതിന് ശേഷം യേശു അവൻ പോവുകയാണ്. ശിഷ്യന്മാരുമായി അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. എന്നാൽ ഉടനെ ഇവൻ ആ മനുഷ്യൻ അവിടെ എഴുന്നേറ്റ് ഇവൻ ചെന്നെത്തപ്പെടുന്ന ശീലോഹാമിൽ അവൻ താഴെ 20 പടിയോളം ഇവൻ ഇറങ്ങിയിട്ട് ഇവൻ ചെന്ന് കഴുകി ഇവൻ സൗഖ്യം പ്രാപിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഇനിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. യേശു ഇവനെ സൗഖ്യമാക്കി എന്ന് പലരും കണ്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യേശു അയൽക്കാരും അവന്റെ മുൻപേ ഇരിക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചവനെന്ന് 8-ാം വാക്യത്തിൽ പറയുന്നത് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ തന്നെ ഇത് ചിലരും അല്ല അവനെ പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഇന്ന് അങ്ങനെയാണ്. സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇത് അവനല്ല, ഇത് സൗഖ്യം പ്രാപിച്ചതല്ല, ഇതങ്ങ് പ്രാർത്ഥിച്ചു, അവനങ്ങനെ രോഗസൗഖ്യം കിട്ടാറായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചെന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ അബദ്ധവിശ്വാസങ്ങൾ പോലും പല മനുഷ്യരിലുമുണ്ട്. ഇതുപോലെ അന്നും ഉണ്ടായിരുന്നു. അവൻ തന്നെ പോലെ ഉള്ളവനായിരിക്കുമെന്നും അല്ലെങ്കിൽ അവൻ തന്നെ ആയിരിക്കുമെന്നും മറ്റു ചില പല അഭിപ്രായങ്ങൾ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിന്നാണ് പ്രശ്നം ആരംഭിക്കുന്നത്. ഈ ശ്രുതി നാടെല്ലാം പരക്കുകയാണ്. പരീശന്മാരും അതെ ന്യായശാസ്ത്രികന്മാരും അതുപോലെ തന്നെ യഹൂദന്മാരും ഒക്കെ ഈ കാര്യം കാണുകയാണ്. ഉടനെ അതിന്റെ 10-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അതെ, അവർ അവനോട് നിന്റെ കണ്ണ് തുറന്ന് എങ്ങനെ എന്ന് ചോദിച്ചതിന് അവന്റെ മറുപടി കേട്ടുകൊള്ളു. യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി പിന്നെ ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മോട് ഇങ്ങനെ ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ചെയ്യും? ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ വേദഭാഗം മുഴുവൻ നാം വായിക്കുമ്പോൾ ആ വേദഭാഗത്തില് ഒരിടത്തും കാണുവാൻ സാധിക്കുന്നില്ല യേശു ഒരിക്കലും നീ നിന്റെ കണ്ണ് കഴുകിയിട്ടുണ്ടെങ്കിൽ സൗഖ്യം പ്രാപിക്കുമെന്ന് യേശു അവനോട് ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. ഇവിടെയാണ് കുരുടന്റെ വിശ്വാസം. ഏതൊരു മനുഷ്യനും അവന്റെ വിശ്വാസത്തിന് അനുയോജ്യമായ പ്രവൃത്തികൾ അവന് ലഭിക്കുകയാണ്. ഈ കുരുടനായ മനുഷ്യനെ നാം ഈ കാലഘട്ടത്തിലെ മനുഷ്യരോട് ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ വിശ്വാസം എത്ര വലുതാണ്. അവൻ യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കിയ കണ്ണിന്മേൽ പൂശി ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഉടനെ പരീശന്മാരെ കൂടി വന്നു. പരീശന്മാർ വന്നിട്ട് അവനോട് ചോദിച്ചു, അവൻ എവിടെ എന്ന് അവനോട് ചോദിച്ചു. എന്തിനാണ് ചോദിക്കുന്നത്? കാരണം അന്ന് ശബത്താണ്. ഈ ശബത്ത് ദിവസം യേശു അത്ഭുത പ്രവൃത്തി ചെയ്താൽ ഒരുപക്ഷെ യേശുവിനെ ആ കുറ്റപ്രകാരം അവനെ ശിക്ഷിക്കാമെന്നൊക്കെയും അല്ലെങ്കിൽ കൊടുക്കാമെന്നൊക്കെയും ഈ പരീശന്മാർ ചിന്തിച്ചിരുന്നു. അത് 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി എന്ന് കാണുകയാണ്. പരീശന്മാർ അവിടെ ഇവനെ ക്രോസസ്താരം ചെയ്യുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാർ അവനോട് ചോദിച്ചു. അവനവരോട് അവന്റെ കണ്ണിന്മേൽ ചേർ തേച്ച് ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെയും ഇവിടെയും പറഞ്ഞതായ കാര്യം ഒന്ന് തന്നെയാണ്. പരീശന്മാർ ചിലരിങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞ് യേശുവിനെ ദുഷിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. മറ്റു ചിലർ പാപിയായൊരു മനുഷ്യൻ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്ന് യേശുവിനെ പുകഴ്ത്തിയവരുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണ് തുറക്കുന്നത് കൊണ്ട് നീ അവനെ കുറിച്ച് എന്തു പറയുന്നത് ചോദിച്ചു. ഇനി ഈ കുരുടന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. അവരോട് പറഞ്ഞ വാക്കുകളാണ്. അവനൊരു പ്രവാചകൻ മാത്രം. ദൈവത്തിന് സ്തോത്രം. കാഴ്ച പ്രാപിച്ചതായവന്റെ അമ്മയും അപ്പനെയും വിളിച്ചു അവരോട് ചോദിക്കുകയാണ്, അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചിട്ടില്ല. ഇപ്പോൾ കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയാണെന്ന് ചോദിച്ചു.
എന്നാൽ അവനിപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അവർ അവനോട് ചോദിക്കുക. ദൈവത്തിന് സ്തോത്രം. കാരണം യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ഇവർ സമ്മതിച്ചു കഴിഞ്ഞാൽ യേശു ദൈവപുത്രനാണ് എന്ന സത്യം, അല്ലെങ്കിൽ പ്രവാചകനാണെന്ന സത്യം ഇവർക്ക് നിഷേധിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയും യേശുവിന്റെ ഈ പ്രവൃത്തിയെ ഉടയ്ക്കണം, യേശുവിന്റെ ഈ പ്രവൃത്തി എങ്ങനെയെങ്കിലും മായ്ച്ചു കളയണം. അവർ കഠിനമായി പരിശ്രമിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവന്റെ അമ്മയപ്പന്മാർ അവനോട് പറഞ്ഞ വാക്കിങ്ങനെയായിരുന്നു, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല, അവന്റെ കണ്ണുകൾ ആർ തുറന്നെന്ന് അറിയുന്നില്ല. അവനോട് ചോദിപ്പിൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുന്ന ഉത്തരം പറഞ്ഞു. എത്ര ജ്ഞാനികളാണ് അമ്മയപ്പന്മാർ. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞു, അവന് ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവൻ പള്ളിപൃഷ്ടനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുവിനെ എങ്ങനെയെങ്കിലും യേശുവിനൊന്ന് കൊടുക്കണം. രണ്ടാമത് യേശു ചെയ്ത പ്രവൃത്തി ഇവൻ പ്രാപിച്ചതുകൊണ്ട് ഇവന്റെ അമ്മയപ്പന്മാരെ എങ്ങനെയെങ്കിലും സഭയിൽ നിന്ന് പുറത്താക്കണം. ദൈവത്തിന് സ്തോത്രം. എന്തൊരു അവസ്ഥയാണ്. ഇവർക്ക് എന്ത് പറയണമെന്നറിയില്ല, എന്ത് ഉത്തരം പറയണമെന്നറിയില്ല. അവരുടെ ജ്ഞാനത്തിനൊത്തവണ്ണം അവർ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമൈതലേ, ഈ രാത്രിയിൽ ചിന്തിച്ചുകൊള്ളുക. അതെ, യേശു നിനക്ക് സൗഖ്യം നൽകുവാൻ അവൻ പ്രാപ്തനായിരുന്നു. നിന്റെ അവിശ്വാസങ്ങൾ മുഖാന്തരം ഈ നാളുവരെയും നിനക്ക് സൗഖ്യം ലഭിക്കാതെയിരുന്നു. എന്നാലോ ഇപ്പോൾ യേശു പറയുന്ന വാക്ക് നീ കേൾക്കുക. നീ ശീലോഹാമിൽ പോകും. അത് ശീലോഹാമിൽ പോയിട്ട് നീ കഴുകിയിട്ട് വാ എന്ന് പറഞ്ഞ വാക്ക് അവൻ ഏറ്റെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ വാക്കില് എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുകയാണ്. യേശു അവനോട് പറഞ്ഞില്ല, നിന്റെ കണ്ണ് കഴുകിയിട്ട് നീ സൗഖ്യം പ്രാപിക്കുമെന്ന് യേശു അവനോട് പറഞ്ഞില്ല. പക്ഷേ കണ്ണ് കഴുകിയാൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രിയിൽ അപ്രകാരമാണ് യേശു നിന്നോട് ഇപ്രകാരം പറയുന്നു, നീ പോയി ശീലോഹാവിൽ കഴുകാനായിട്ട്. ഇന്ന് ഈ രാത്രി നീ പോയി ശീലോഹാവിൽ നിന്റെ കണ്ണുകൾ കഴുകുന്നുവെങ്കിൽ അതെ, നിന്റെ കണ്ണുകൾ ഈ രാത്രിക്കാലം തുറക്കപ്പെടും. അതെ, നീ കാണേണ്ടവനെ കാണും. വീണ്ടും യേശുവിന്റെ അടുക്കലേക്ക് അവൻ പോകുന്നതായ ഒരു ഭാഗത്തെക്കുറിച്ച് നമുക്ക് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അതിനുശേഷം ഇവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ ഇവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. യേശുവിന്റെ സൗഖ്യം പ്രാപിച്ചതല്ലേ ഇവനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയാണ്. ഇന്ന് ദൈവമക്കളായിരിക്കുന്ന പലരെയും സമൂഹങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുമ്പോൾ പ്രത്യാശിച്ചു കൊള്ളണം. നിന്റെ മുൻപിൽ വരുവാൻ പോകുന്നത് അതെ, നീ ഇതുവരെയും ജീവിതത്തിൽ പ്രാപിക്കാത്തതായ ഒരു വലിയ അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗത്ത് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അതിന്റെ കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകം ഉണ്ടായത് ഇതുവരെയും കേട്ടിട്ടില്ല. അതായത് 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. വീണ്ടും 33-34 വരുമ്പോൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറയുകയാണ്. അത് മാത്രമേ 34 പ്രകാരം പറയുന്നു, അവനവനോട് നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങൾ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സമൂഹം യേശുവിനെ അംഗീകരിക്കുന്നില്ല. ഇന്ന് ലോകം യേശുവിനെ അംഗീകരിക്കുന്നില്ല. അവന്റെ പ്രവൃത്തികളെ ഇന്ന് അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവന്റെ പ്രവൃത്തികളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതേ, അവനിൽ വിശ്വസിക്കേണ്ടി വരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇനിയാണ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരാൻ പോകുന്നത്. ഈ കുരുടനായ മനുഷ്യൻ യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നൊരു ഭാഗത്തെക്കുറിച്ച് അതിന് 35 മുതൽ വായിക്കപ്പെടുകയാണ്. യേശു ഇവൻ പുറത്താക്കപ്പെട്ടതായ കാര്യം കേൾക്കുകയാണ്. 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടിട്ട് അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രൻ വിശ്വസിക്കുമെന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. യേശുവിന്റെ ചോദ്യം എത്ര മനോഹരമാണ്. നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന്. 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് അവൻ യജമാനനെ അവൻ ആരാകുന്നു എന്ന് ചോദിച്ചു. ഏതൊരു മനുഷ്യനും അതെ താൻ പ്രാപിച്ചതായ അനുഗ്രഹത്തിൽ നിന്ന് ചോദിക്കുകയാണ്, യജമാനനെ അവൻ ആരാകുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ഈ രാത്രിയില് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നീ ചോദിക്കുന്ന ചോദ്യം ഇതാ പരിശുദ്ധാത്മാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, അവൻ ആരാകുന്നു എന്ന്, എന്നെ രക്ഷിച്ചവൻ എനിക്ക് കാണണമെന്ന്, ഞാൻ അവനെ വിശ്വസിക്കാമെന്ന്, ഞാൻ അവനോടുകൂടെ പൊയ്ക്കൊള്ളാമെന്ന്, ഞാൻ അവന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് ഇന്ന് ഈ രാത്രികാലം നീ ഹൃദയത്തിൽ പറയുന്ന ഹൃദയത്തിലെ വാക്കുകളിൽ പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കുകയാണ്. അതെ, യേശു അവനോട് ഉത്തരം പറയുന്നത് കേട്ടുകൊള്ളണം. നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ വാക്കുകളെ ചുരുക്കുകയാണ്. എല്ലാ ദൈവത്തിലും കണ്ണുകളടച്ചു യേശു അവനോട് പറയുന്നു, നീ അവനെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉടനെ അവൻ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു.
കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടനാകുവാനും ഇങ്ങനെ ന്യായവിധിക്കാതെ ഞാൻ ഇഹലോകത്തിൽ വന്നു യേശു ഉത്തരം പറയുക. ദൈവത്തിന് സ്തോത്രം. അതേ, ഈ രാത്രിയില് ആ കുരുടനോട് യേശു എന്തിനാണ് അപ്രകാരം പറയുന്നത്? നീ അവനെ കണ്ടിട്ടുണ്ട്. പ്രിയ ദൈവപൈതലേ, എന്റെ കണ്ണുകളെ അടച്ചാട്ടെ. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ഇപ്രകാരം നിന്നോട് സംസാരിച്ചു. നിന്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്കെല്ലാം യേശു ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഉള്ളിലെ ഞരക്കത്തിൽ പരിശുദ്ധാത്മാവ് ഇതുവരെയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ യേശു ഇപ്രകാരം പറയുന്നു. അവൻ ആരെന്ന് ചോദിച്ച ചോദ്യത്തിന്, നീ നിന്റെ ഹൃദയത്തിൽ നീ മന്ത്രിച്ചു കൊണ്ടിരുന്ന ആ ചോദ്യത്തിന് യേശു ഇപ്പോൾ ഇതാ ഉത്തരം പറയുന്നു. നീ അവനെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ഈ രാത്രിയിൽ നീ ഏതുവിധ പ്രശ്നത്തിലുള്ള വ്യക്തിയാണെങ്കിലും, ഏതുവിധ നഷ്ടത്തിലും ഏതുവിധ കഷ്ടത്തിലുമായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും യേശു പറയുന്നു, നീ എന്നെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നീ കഷ്ടതയിലായിരുന്നപ്പോൾ ആ യേശുവിനെ നീ കണ്ടിട്ടുണ്ട്. നീ കിടക്ക നിന്റെ കണ്ണുനീർ കൊണ്ട് നനച്ച ദിവസങ്ങളിൽ ആ യേശുവിനെ നീ കണ്ടിട്ടുണ്ട്. നീ രോഗിയായിട്ട് മരണപാശങ്ങൾ നിന്നെ ചുറ്റി മുറുകിയപ്പോൾ ആ യേശുവിനെ നീ കണ്ടിട്ടുണ്ട്. എല്ലാ ദൈവവും അല്പസമയം മുഴങ്കാലുമായി കണ്ണുകൾ അടച്ചു. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയങ്ങളെ ഉണർത്തുവാൻ പോവുകയാണ്. ഈ രാത്രിയിൽ ഒരു വലിയൊരു ശക്തി നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരട്ടെ. നിന്റെ ശരീരങ്ങളെ മുഴുവനും സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ രാത്രിയിൽ നിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആ യേശുവിനെ നീ കണ്ടിട്ടുണ്ട്. ആ യേശുവിനെ നീ കഷ്ടതയിൽ കണ്ടിട്ടുണ്ട്. ആ യേശുവിനെ നീ ബുദ്ധിമുട്ടിൽ കണ്ടിട്ടുണ്ട്. ആ യേശുവിനെ നീ കണ്ണുനീരിന്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ആ യേശു പറയുകയാണ്, അതേ മകനെ, നീ എന്നെ കണ്ടിട്ടുണ്ട്, എന്നാലോ ഇപ്പോൾ നീ എന്നെ അറിയുന്നില്ല. മകനെ, നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ നീ ഒന്ന് ഓർത്തു നോക്കുക. ആ ഉപകാരങ്ങൾ നിനക്ക് ചെയ്യുമ്പോൾ ഞാൻ നിന്റെ അടുക്കലുണ്ടായിരുന്നു. നീ എന്നെ കാണാതിരിക്കുവാൻ തക്കവണ്ണം നിന്റെ കണ്ണുകൾ കുരുടായിരുന്നു. ഇന്ന് ഈ രാത്രികാലം നിന്റെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. ഈ രാത്രിയിൽ നിന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. ഇപ്പോൾ നീ കണ്ണു തുറന്ന് നോക്ക്. യേശു നിന്റെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.